നമ്മളെല്ലാവരും വന്നത് ചേർന്നിരിക്കുകയാണ്. ആദ്യമായി തന്നെ ഈ ഒരു വെഡിങ് റിസപ്ഷൻ ഇതിന്റെയും അശ്വതിയുടെയും ഈ ഒരു വേള ഏറ്റവും വലിയ ആഘോഷമാക്കി തീർക്കുന്നതിനായി വന്നത് ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കൾ തുടങ്ങി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇരു കുടുംബങ്ങളുടെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾക്ക് കുറച്ച് സമയമായി അക്ഷമനായി തന്നെ കാത്തിരിക്കുകയാണ്. എബിൻ ആൻഡ് അശ്വതി വിദ്യ ഫാമിലി ജോയിൻ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു നിമിഷത്തിനായി അല്പനിമിഷങ്ങൾക്കകം തന്നെ സുന്ദരമായിട്ടുള്ള ഈ ഒരു വേളയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടും അനുഗ്രഹാശീർവാദത്തോടും കൂടെ പ്രാർത്ഥനയോട് കൂടി തന്നെ ഏറ്റവും നല്ല ഒരു റോയൽ എൻട്രി തന്നെ നൽകിക്കൊണ്ട് എബിനെയും അശ്വതിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്ന്. കാരണം 2021 എന്ന നല്ലൊരു വർഷത്തിൽ ദൈവം നമ്മുടെ ഫാമിലിക്കായിട്ട് നൽകി അനുഗ്രഹിച്ച ജഗദീശ്വരന്റെ ഏറ്റവും വലിയ സമ്മാനവും അനുഗ്രഹവുമാണ് എബിൻ ആൻഡ് അശ്വതി ഇരുവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പുതിയ ഈ ഒരു കുടുംബജീവിതം. ഒരിക്കൽ കൂടെ ഇരുവരുടെയും ഏറ്റവും വലിയൊരു യാത്ര അതിമനോഹരമായ ഒരു തുടക്കം സമ്മാനിക്കുന്നതിനായി ആശംസകൾ നൽകുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന എവരെയും ഇരു കുടുംബങ്ങളുടെ പേരിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഒരുപാട് പ്രതീക്ഷയോടെ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ എബിനും അശ്വതിയും ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ഇടയിലേക്ക് വന്നത് ചേരുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു നിമിഷത്തിന് സാക്ഷികളാകുവാൻ
തുടർന്ന് ഇതിന്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് മിസ്റ്റർ ശ്രീകുമാർ മിസ്സസ് കവിത ശ്രീകുമാർ ഇരുവരും ചേർന്ന് നെക്സ്റ്റ് ഫോട്ടോല നാടകം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സെന്റർ ഓഫ് ദ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് എബിനും അശ്വതിയും തന്നെയാണ്. സോ രണ്ടു പേർക്കുമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെഡിങ് കേക്ക് തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന പോലെ ഒരു ഹെവൻലി ആംബിയൻസ് തന്നെ ഈ ഒരു ഹെവൻലി ഫാമിലി യൂണിയനായിട്ട് നമ്മൾ നൽകിയിരിക്കുകയാണ്. സോ ഹിയർ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ് എബിൻ ആൻഡ് അശ്വതി and with your family you just come forward and slice into this beautiful wedding cake together, please. Just wait. And are you ready? Ready ano? Santosh ano? Okay, here we go. 3, 2, 1. Congratulations. Wish you very all the best and happy blessings on this wedding occasion. Yes, thank you so much. ഇനി ഒരു ഫാമിലി ഫോട്ടോയാണ്.
ആളാണോ? ഫാമിലി ഫ്രണ്ട്സ്? യെസ്, അവിടെ നിന്നാണ് എനിക്ക് ആൻസർ വരുന്നത്. ആണോ? അതെ, ഓക്കെ. ആൻഡ് അശ്വതിയോ? അശ്വതിയുടെ ഫാമിലി ഫ്രണ്ട്സ്? നന്നായി സംസാരിക്കും. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ദ ഹാപ്പി ഗ്യാങ് ഇവിടെ പ്രസന്റ് ആണ്. സോ റെഡി ആണോ സ്റ്റേജിലേക്ക് പോരാനായിട്ട്? റെഡി? എവിന്റെ ഫ്രണ്ട്സ്? ഓക്കെ. സോ ആ ഒരു ഗ്യാങ്ങിനെ ഈ സമയം വേദിയിലേക്ക് ക്ഷണിക്കാണ്. ചങ്സ് ആണ് വേദിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ചങ്സിനെ പ്രത്യേകമായിട്ട് വെൽക്കം ടു ദ സ്റ്റേജ് ജോയിൻ ചെയ്യാം. വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ഞങ്ങളൊരു മെമെന്റിനായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. Here we have champagne toast ceremony and I would like to welcome all the friends onto the stage and especially welcome our toast master Mr. Fasil. So എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. Kindly join on stage. ക്രിസ്റ്റഫർ, അഖിൽ, കൃഷ്ണരാജ്, സുഹേൽ സ്റ്റേജിലേക്ക് വാ. തെക്കുംപാടം കസിൻസ് എല്ലാവരും വാ. മാമൻ സുരേഷ് മാമൻ, ഐഷു, അനഘ, ബാബ, ഋഷി, ആദ്യയുടെ ആദ്യം. The moment is here. Get ready for the rocking moment. Ready to give a video. നിങ്ങളുടെ കോളേജ് സ്കൂൾ ലൈഫിന്റെ വലിയൊരു ആവേശം കൂടെ കാണാനായിട്ട് പോവാണ്. Get ready. 3. നമ്മളത് കൗണ്ട് ചെയ്യുന്നു. 3. Yes. Eagerly waiting. 2. Yes. Much awaited moment. 1, 2. The 2025. Mr. Fasil അദ്ദേഹം തന്നെ സെർവ് ചെയ്യുന്നു. Okay. Let's give it cheers. രണ്ടുപേരും ചേർന്ന് ഒരു ബിഗ് cheers തന്നെ നൽകും. And here's our toast master. Big cheers to everybody. നല്ലൊരു കൈയ്യടി കൊടുക്കാം for this beautiful moment. And you just close your hands and toast the brand of new life. Fantastic. Dr. Azam. Yeah. I'm a doctor. I know Evan for past 13 years now. Yeah, around 13 to 14 years. Our friendship goes way back to school days. We were the benchmates. Not the last bench, but the first benches. We were the best. Right? മലയാളത്തിൽ പറയും. ഇല്ല പറയില്ല. എബിൻ ഇങ്ങനെ കാണാൻ പാവമാണെങ്കിലും പണ്ടൊക്കെ സ്കൂളിലെ ഒരു പ്രകൃതിയാണ്. പ്രകൃതി പിടിച്ച ചെക്കനായിരുന്നു. ബട്ട് ദെൻ ബാക്കി പറയണോ? ബട്ട് അശ്വതിയെ കാണാൻ കുറച്ചും കൂടെ Isn't she gorgeous tonight? അല്ലേ? എബിൻ പറഞ്ഞു കേട്ടത് വെച്ച് നോക്കുമ്പോൾ അശ്വതി ഒരു സ്വീറ്റ്, കെയറിങ്, ലവിങ് പേഴ്സൺ എന്നാണ് എബിൻ എന്നോട് പറഞ്ഞത്. സോ ഷീ thoroughly deserves a, you know, better guy. No, I'm just joking. എബിൻ കാണാനിങ്ങനെ ഒരു ഡീസന്റ് കുട്ടിയാണെങ്കിലും അവൻ്റെ സ്വഭാവം അതേപോലെ തന്നെയാണ്. വേറെ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. അവൻ എൻ്റെ കൂടെ ഒരു 14 വർഷം എൻ്റെ കൂടെ ഫ്രണ്ട്സായി ഇരുന്ന ഒരാളാണ്. ആൻഡ് അശ്വതി, എബിൻ്റെ ഒരു 3 ബെസ്റ്റ് എന്താ പറയുക ക്വാളിറ്റീസ് ഞാൻ പറയാം.
hello woman, he has very good taste. He has very good taste in everything. Because anyway, he chose me as his best man. Adile enak manasilayirukku. Second, when he loves to the core. He will do anything. He will go to whatever extreme and to make sure that you are happy, I am happy. Because last 14 years, എന്താ ഇവൻ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞില്ല. 14 വർഷമായിട്ട് ഇതുവരെ ഒരു സാധനം ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ഹെൽപ്പിന് വിളിച്ചാൽ പോലെ ആ പോലെ ഞാൻ പിന്നെ വിളിക്കട്ടോ, ഞാൻ പോകുന്നു, ഞാൻ അതേ ബിസിയാണ് എന്ന് അന്ന് വിളിച്ചാണ്. സോ അത് നോക്കിക്കോണം. പിന്നെ മൂന്നാമതൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ ചുള്ളനാണ് അല്ലേ. പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ സ്റ്റേജിൽ നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ മോനെ കുറച്ചും കൂടെ ഒന്ന് ഉഷാറാക്കായിരുന്നു അല്ലേ. എന്നോ നമ്മൾ എന്ത് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. നാണം കിടത്തി. എന്തായാലും ഐ വിഷ് യു ബോത്ത് years of love, joy. May you come over all the hurdles together. Congrats once again. Ladies and gentlemen, please give a big hand to my best friend Ebin and his lover, his wife Ashwathi. All the best. എബി പണ്ട് തൊട്ടേ വില്ലനായിരുന്നു. ഒരു ഇൻസിഡന്റ് ഉണ്ട്. അല്ല, എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. പണ്ട് മാവിലോ എന്തിലോ പേരയ്ക്ക മരത്തിലൊക്കെ കയറിയിട്ട് താഴെ വീട് കൈ കൊടുക്കുന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ എബി ഭയങ്കര ലോനഹൃദയനാണ്. പിന്നെ ഓക്കെ, എല്ലാവരും ഓരോരോ ക്വാളിറ്റീസ് എബിക്ക് കുറച്ച് ചേട്ടനെ പറ്റി അതന്നെ പറയാനുള്ളൂ. കൈ കൊടുത്തതാണ് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു ഇൻസിഡന്റ്. ഓർമ്മ നിൽക്കുന്നത് അത്രയും വില്ലനായിരുന്നു പണ്ടേ. ഇപ്പോഴും കയ്യിലടങ്ങിയ മാർക്സ് ഒക്കെ ഇപ്പോഴും വിസിബിൾ ആണ്. ഡാൻസ് ആണ്. എബിയുടെ സിഗ്നേച്ചർ സോങ് ഷക്കീറിന് മക്ക. അത് ആദ്യത്തെ കഴിഞ്ഞിട്ട് നമുക്ക് ആ സോങ് എബി ഡാൻസ് കളിക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സംസാരിച്ചോടെ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയാം ഒരു മനുഷ്യനെ കുറിച്ച്. ഓക്കെ, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഓക്കെ, എന്തെങ്കിലും എന്റെ ഞങ്ങളെല്ലാവരും എൻ്റെ കോളേജ് ഫ്രണ്ട്സാണ്, എഞ്ചിനീയറിംഗ് ഫ്രണ്ട്സ്. എൻ്റെ പേര് എബിൻ തന്നെയാണ്. സോ വി ഓൾ വിഷ് എബിൻ ആൻഡ് അശ്വതി ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, എന്തായാലും എബിനെ കുറിച്ച് കേട്ടു. പക്ഷെ നമ്മുടെ അശ്വതിയുടെ കസിൻസും ബ്രദറും ഒക്കെ കൂടിയിട്ട്. സോ നിങ്ങളൊന്ന് ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ജോയിൻ ചെയ്ത്. അശ്വതി ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ആള് ചിപ്സും ചോക്ലേറ്റ്സും ഒക്കെ കഴിക്കുമ്പോൾ റേപ്പേഴ്സ് വരെ ഇങ്ങനെ പെർഫെക്റ്റ്ലി അത് ഫോൾഡ് ചെയ്തിട്ട് ആള് കളയുള്ളൂ. പിന്നെ ആള് കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം നിന്നത് സ്റ്റേജിൽ നിന്ന് ഐസ്ക്രീം കഴിക്കാനായിരുന്നു. അങ്ങനെ ഭയങ്കര വികൃതമായ ഹാബിറ്റ്സ് ഉള്ള ഒരാളാണ് എൻ്റെ ചേച്ചി. പിന്നെ ബാക്കി ഞങ്ങള് എന്താ പറയാ സസ്പെൻസ് ആക്കി വെച്ചിട്ടുണ്ട്. ചേട്ടന് ഓൺ സ്റ്റേജസ് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ചേച്ചിനെ കുറിച്ച്. ഞാനിപ്പോ ചേച്ചീനെ കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഞങ്ങളൊക്കെ പേടിച്ചു ചേർത്ത് നിന്നാലും ചേച്ചി എല്ലാം കയറിയാണ് ചെയ്തോളൂ. പിന്നെ ചേട്ടന് പറ്റിയ ആളാണ് ഞങ്ങളുടെ ചേച്ചി. എന്താ പറയാ, ചളിയുടെ കാര്യത്തിലായാലും അങ്ങനെ ടൈപ്പ് ഒക്കോളും. പിന്നെ ചേച്ചിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എല്ലാവരും മുന്നിൽ വെച്ച് പറഞ്ഞത് ആയിരിക്കുമല്ലോ. First of all, you are very lucky because എന്താ പറയാ ചേച്ചി എല്ലാ കാര്യവും ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ കേസിൽ ഷീസ് വൺ പേഴ്സൺ who I can approach at any point of time. അപ്പോൾ ആ കാര്യത്തിൽ ചേട്ടൻ ഭയങ്കര ലക്കിയാണ്. പിന്നെ ഇതൊക്കെ ചേച്ചി പറഞ്ഞ് പഠിപ്പിച്ചു. പിന്നെ എന്താ പറയാ ചേച്ചി പണിയെടുപ്പിക്കാൻ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. അത് ഞങ്ങളോട് ഓരോരുത്തരോട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എക്സ്പീരിയൻസസ് കിട്ടും.
പിന്നെ ഇനി ഞങ്ങൾ കൂടുതൽ പറയില്ല, ബാക്കിയുള്ളവരെ കാണാമല്ലോ, കാരണം കെടുക്കുന്നുണ്ടല്ലോ. താങ്ക് യു. മാരേജ് ഒക്കെ കഴിഞ്ഞു. ചേച്ചി എന്ന നിലയിൽ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാനായിട്ട് സാധ്യത എന്തായിരിക്കും? ഞാൻ തിരിച്ച് മസ്കറ്റിലേക്ക് പോകുമ്പോൾ ഞാനും ചേച്ചിയൊക്കെ ഒരു ഞങ്ങള് മാത്രമായിട്ട് ഇപ്പോൾ ഡ്രൈവിനും കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. പിന്നെ ചേച്ചി ഫസ്റ്റ് 12th കഴിഞ്ഞ് പോയപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ. ഇനി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ലോണിലായ പോലെയാണ്. അപ്പോൾ അത് ശരിക്കും ഞാൻ മിസ് ചെയ്യും. ഓക്കെ, എന്തായാലും നല്ല സ്നേഹമുള്ള ഒരു മകളെയാണ്, അത് പറയാൻ സാധിക്കില്ല. പക്ഷെ നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം കാണാനായിട്ട് പോവാണ്. ആദ്യത്തെ ഒന്ന് ആ ഡൈസിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് പോവാണ്. ഓക്കെ, യെസ്. അടുത്ത ആൾക്ക് നല്ലൊരു ഷേഖിന്റെ കൊടുത്തൊന്ന് ചേർത്ത് പിടിച്ചോളൂ. അളിയനാണല്ലേ, ഒരു ഷേഖിന്റെ കൊടുത്തോളൂ, ഒന്ന് ചേർത്ത് പിടിച്ചോളൂ രണ്ടുപേരും. ചോദ്യമുണ്ട്, ഡാൻസിന്റെ കാര്യത്തിലാണോ അഡ്വൈസ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ജനറൽ ലൈഫ് വരുന്ന പോലെയൊക്കെയാണ് ജീവിക്കുക. പ്രത്യേകിച്ച് അഡ്വൈസ് ഒന്നും പറയാനില്ല. പഠിച്ചാൽ മോനാണ്. എല്ലാവരും വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. എപ്പോഴും കൂടെ കൊണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അശ്വതി അതിൽ വായിക്കുവാനാണ്. എന്തായാലും ഞങ്ങൾ കൂടെ കൂടിയതിന് സന്തോഷം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുകുട്ടിക്ക് വെൽക്കം ഞങ്ങളുടെ തറവാട്ടിലേക്ക്. പാടില്ല, ഓൺലി കൈ വിരലുകൾ മാത്രം ടച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ നിർത്തിയാൽ മതിയോ അതോ ഇനി മാറ്റണോ? ഓക്കെ, അപ്പൊ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചോളൂ. ഓക്കെ, നിങ്ങളുടെ ബാങ്കിൾസ് ഒക്കെ വേണമെങ്കിൽ അപ്പുറത്തേക്കാണോ? കൈ വിരലുകൾ മാത്രം ടച്ച് ചെയ്യാനായിട്ട് പാടും. വിശ്വസ്തനാണ്. ഓക്കെ, കേസാരി തിരിച്ചോളൂ. കൈ വിരലുകൾ മാത്രം ടച്ച് ചെയ്താൽ മതി. അതില് നിങ്ങളുടെ പേരിലുള്ള ഒരുമിച്ച് കൂട്ടി പിടിച്ചത് ഞങ്ങൾക്കിത് ഗെയിമാണ്. സിമ്പിളായിട്ട് ഒരുപാട് നോക്കരുത്. എല്ലാവരും കൈയൊന്ന് വേഗം തിരിച്ചു കൊടുത്തോളൂ. ഈ ടാസ്കിൽ വിന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും സുന്ദരമായ കാര്യം നിരത്തി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എനിക്ക് താങ്ക് യു ഡിയർ ലേഡീസ്, താങ്ക് യു സോ മച്ച്. ആദ്യത്തെ സംസാരത്തിൽ മനസ്സിലായത് വളരെ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര കെയറിംഗ് ആണ്, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്, ഫാമിലിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആളാണ്. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഫ്ലാറ്റ് എനിക്ക് ആക്ച്വലി അച്ഛന്മാരാണ് ആദ്യം
സോ ഞാൻ നോക്കിയിട്ട് തന്നെ കാണും സോ ദാറ്റ്സ് വാട്ട് ഐ ഗോട്ട് പിന്നെ നെക്സ്റ്റ് തിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോയിൻ ഫാമിലി സോ ഐ വാസ് വെരി ഹാപ്പി ഗെറ്റ് ടു നോ ഹിം ഫസ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ അവർ വന്ന് മീറ്റ് ചെയ്തു ഓക്കെ ദിസ് ഇസ് ദ വൺ മാത്രമല്ല ചെങ്ങോളോ
കൗമാരത്തിൻ്റെ കുട്ടിക്കൂറുമ്പുകളെല്ലാം അഴിച്ചു വെച്ച് കുടുംബ വിവാഹ ഇസിലേക്ക് പറന്നുയരുന്ന യുവ മിഥുനങ്ങൾക്ക് ഉപചാരങ്ങളില്ലാത്ത വിവാഹ മംഗളാശംസകൾ. സർവശക്തനായ ദൈവം മരണം വരെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ പ്രിയപ്പെട്ട എബിനും അശ്വതിക്കും നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. He movido cielo y tierra y no te encontré. Y llega hoy tan de repente y la he sentido toda mi vida como un veré. ना मैं समझा ना मैं जाना जो तुमने मुझसे कहा है सेन्योरिटा, मगर फिर भी ना जाने क्यों मुझे सुन के अच्छा लगा है सेन्योरिटा. No desvíes la mirada, quédate cercada en mí. मुझको बाहों में तुम ले लो, संगीना सेन्योरिटा. चाहत के दो पल भी मिल पाए, दुनिया में ये भी खबर है क्या, दो पल को तो आओ और आए. भूले हम होता खबर है क्या सेन्योरिटा. सुनो सुनो सेन्योरिटा कहते हैं क्या. Jamás podré refrenar el sentido de las palabras que me dedican, pero el calor de tu mirada me hace sentir como la más bella señorita. निगाहों से कहीं रवाना होता है सेन्योरिटा. निगाह की मोहब्बत की सारी दुनिया में एक ही जुबान है सेन्योरिटा. मुझसे अब नजर ना फेरो, आओ पास तुम मेरे, मुझको बाहों में तुम घेरो. सब्रीना सेन्योरिटा, चाहत के दो पल भी मिल पाए, दुनिया में ये भी खबर है क्या, दो पल को तो आओ और आए. भूले हम होता खबर है क्या सेन्योरिटा. सुनो सुनो सेन्योरिटा कहते हैं हम क्या. Thank you, dancers. Thank you so much. ओ माही रे, ओ माही रे, माही मैनू छड्डियो ना कि तेरे बिन दिल नहीं लगना. जिथे भी तू चलना है माही मैं तेरे पीछे पीछे चलना. तू जी सकदी नहीं मैं जी सकदा नहीं, कोई दूसरी मैं शर्तां भी रखदा नहीं. क्या तेरे बाजो मेरा सच्चियां मोहब्बत वे माही किते और नहीं हो मिलना. जिथे भी तू चले माही मैं तेरे पीछे पीछे चलना. ओ माही रे,
सकदी नहीं, मैं रह सकदा नहीं तेरे बिन यारा, और किते तकदा नहीं। क्या तेरे बाजो मेरा रंग तेरा चढ़िया है कि हुण कोई रंग नहीं हो चढ़ना, जिथे भी तू चलिया माही मैं तेरे पीछे पीछे चलना। मेरे दिल को याद आती है, तू ना जाने मुझे कितना तड़पाती है। तेरी आंखों में मैं खोने लगा, तेरी बातों से कुछ होने लगा। तू ही मेरी जिंदगानी है, तेरी मेरी एक कहानी है। दिल ये मेरा, जान ये मेरी, जाना अब ये तुम्हारा है। तुझसे ही है मेरी दुनिया, तू ही मेरा सहारा है। मुझ पर तू ये ऐसा कर दे, मेरे पल पल में खुशियां भर दे। तू ही मेरी जिंदगानी है, तेरी मेरी एक कहानी है। जिक्र बिना तेरे होंगी ना बातें मेरी, चांद बिना तेरे पूरी ना रातें मेरी। भीनी भीनी सी तेरी महक को शामों सुबह तो ढूंढे हैं सांसें, खो कर तुझको जी ना पाऊंगा, तुझ बिन मैं तो मर ही जाऊंगा। तू ही मेरी जिंदगानी है। सिल्क मर में सिलेंडर भूतवा, सीनी पड़ में से पानी से दवा। कल्याण बेच कई कूड़ी बोल
ഒളിമിന്നും പുഞ്ചിരിയായി ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 എന്നിൽ നിന്നും പോകാതെ അഴകേ 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 പകലോ രാത്രിയോ ഒന്നും തിരിയാതെ മഴയോ വെയിലോ ഒന്നും നോക്കാതെ നിൻ പിറകെ പോന്നു ഞാൻ ഹൃദയം തന്നു ഞാൻ നിൻമിഴിതൻ മയിലാട്ടം എന്നെഞ്ചിൻ കൂട്ടിലോ പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 എന്നിൽ നിന്നും പോകാതെ അഴകേ 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 ആകാശവും മേഘവും സഖി നാം എന്ന പോൽ ചേർന്നിതാ പാടുന്നു ഞാൻ മൗനമാ സഖി നീ കേൾക്കുവാൻ മാത്രമാ മായുന്നൊരാവും താരങ്ങളും കൺമുന്നിലെങ്ങും നീ മാത്രമായി ഒരേ നില ഒരേ വെയിൽ ഒന്നായി
പുലരി മഞ്ഞിൻ ചെല്ലുവാതിൽ കണ്ടുവോ സ്നേഹസൂര്യന്റെ അരുണനാളം നിന്റെ ഉള്ളം തേടിയോ പൊൻദീപമായി നിന്നെ കാണുന്നു ഞാൻ ഇന്നാകുവാൻ ഉള്ളിൽ മോഹിപ്പൂ നെഞ്ചിനുയിരേ വെട്ടിത്തൽ ചിരിയേ തേനഞ്ചും മൊഴിയിൽ നിൻ കൊഞ്ചൽ കുളിരോ എൻ കാലല്ലോടിയേ വെത്തൂവൽ കിളിയേ ആരോരും കാണാതെ നിൻ കനവ്
പോലെ വന്ന് കൺകൾ മെല്ലെ തിരന്തേ പൂവേ എന്നെ തള്ളാതിരേ പൂവേ എന്നെ തള്ളാതിരേ മൗന
കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് മന്ത്രകൂടി വേദൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യ തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി ഇന്നു വരും തിരികെ ഇന്നു വരും ഇന്നു വരും തിരികെ ഇന്നു വരും കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ ഉരുകുന്നൊരു വെൺപിറാവ് ഇന്നു വരും തിരികെ ഇന്നു വരും ഇന്നു വരും തിരികെ DJ Strings.
Thank you.